പരിശുദ്ധമായ റജബ് മാസത്തിൽ ഏറ്റവും കൂടുതൽ പറയേണ്ട ദിക്ർ ഏതാണെന്നറിയോ? അതുപോലെ തന്നെ ഒരു തസ്ബീഹ്, റജബ് മാസത്തിൽ ഏറ്റവും കൂടുതൽ ഓതേണ്ട സൂറത്ത് ഏതാ? മാത്രമല്ല റജബ് മാസത്തിൽ ഏറ്റവും കൂടുതൽ പറയേണ്ട ദുആ ഏതാ? വിശദമായിട്ടൊന്ന് കേട്ടാലോ? ഒരുപാട് പേരിപ്പോ പറയുന്ന പരാതിയാണ് കടങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് ബിൻ ജബൽ എന്ന് പറയുന്ന ഒരു സ്വഹാബിക്ക് റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് കൊടുത്ത ഒരു സമ്മാനമുണ്ട്. അത് പറയാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ കടങ്ങൾ അല്ലാഹു തആല മാറ്റിക്കൊടുത്തു എന്നാണ്. അദ്ദേഹം പോലും അറിയാതെ കടങ്ങൾ മാറിയെന്നാണ്. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവാൻ, നമ്മുടെ കടങ്ങൾ പ്രയാസങ്ങളൊക്കെ മാറാൻ, എപ്പോഴും അള്ളാഹുവിനോടുള്ള ഒരു ഇഷ്ടമുണ്ടാവാൻ 10 ലക്ഷം കൂലി കിട്ടുന്ന ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഇന്നത്തെ ക്ലാസ് അവസാനം വരെ കാണണേ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. അള്ളാഹു റജബ് മാസത്തിലും ശഅബാനിലും നമുക്ക് ബറക്കത്ത് തരട്ടെ, റമളാനിലേക്ക് എത്തിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഖഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, കരുണാവാരിധിയായ പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും പരിശുദ്ധമായ പരിപാവനമായ ഈ റജബ് മാസം, ഈ റജബ് മാസത്തിന്റെ എല്ലാ നേട്ടങ്ങളും എല്ലാ പ്രതിഫലങ്ങളും എല്ലാ മഹത്വങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റജബ് മാസത്തെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും ഈ റജബ് മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്ത്, ശഅബാനിൽ ഒരുപാട് നന്മകൾ ചെയ്ത് റമളാനിലേക്ക് എത്തി ആ റമളാനിനെ പ്രയോജനപ്പെടുത്തി അള്ളാഹുവെ സ്വർഗം കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റജബ് മാസത്തിന്റെ 2ാമത്തെ ദിവസത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അൽഹംദുലില്ലാ, ഈ റജബ് മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ പ്രത്യേകമായി നമ്മൾ ചൊല്ലിയിരിക്കേണ്ട ഒരു ദിക്ർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പരിചയപ്പെട്ടിരുന്നു. ഏതാണത്? അല്ലാഹുമ്മ ഗുഫിർലി വർഹംനി വതുബ് അലയ്യ. ഏതാണ്? അല്ലാഹുമ്മ ഗുഫിർലി വർഹംനി വതുബ് അലയ്യ. അല്ലാഹുവേ ഗുഫിർലി, നീ എനിക്ക് പുറത്തു തരണം, വർഹംനി, നീ എന്നോട് കരുണ കാണിക്കണം, വതുബ് അലയ്യ, റബ്ബേ എന്റെ തൗബ നീ സ്വീകരിക്കണം, എനിക്ക് നീ തൗബ തരണം എന്ന് ഏകദേശം അർത്ഥം വരുന്ന ആ ഒരു ദിക്ർ ഒന്ന് പറഞ്ഞേ. അല്ലാഹുമ്മ ഗുഫിർലി വർഹംനി വതുബ് അലയ്യ. ആ കൂട്ടത്തിൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ വഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. ഈ ദുആയും അതുപോലെ തന്നെ ആ ദിക്റും നമ്മൾ മറന്നു പോവാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ ഏറ്റവും കൂടുതലായി നമ്മൾ ഓതേണ്ട സൂറത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അതിൽ വേറെ ഒന്നും തർക്കമില്ല, നമുക്ക് പറയാൻ പറ്റും അത് സൂറത്തുൽ ഇഖ്ലാസ് ആണ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്താണ്. അതിന്റെ നേട്ടങ്ങളും ശ്രേഷ്ഠതകളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അതായത് അല്ലാഹു തആല ആകാശഭൂമികൾക്ക് തറക്കല്ലിട്ടത് ഈ സൂറത്ത് കൊണ്ടാണെന്നാണ്. എങ്ങനെ? ആകാശഭൂമികൾക്ക് അല്ലാഹു തആല തറക്കല്ലിട്ടത് ഈ സൂറത്ത് കൊണ്ടാണ്. ഒരു സ്വഹാബി പരാതിയുമായിട്ട് ചെന്നല്ലോ നബിതങ്ങളുടെ അടുക്കൽ. നബിയെ, ഒരു സ്വഹാബി അദ്ദേഹം എപ്പോ ഇമാമ് നിന്നാലും സൂറത്തിൽ ഇഖ്ലാസ് മാത്രമാണ് ഓതുക. അപ്പോ നബിതങ്ങൾ ചോദിച്ചു, എന്താ ഈ ഇഖ്ലാസ് സൂറത്ത് മാത്രം, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് മാത്രം ഓതാൻ തോന്നുന്നത്? അപ്പൊ പറഞ്ഞു, എനിക്ക് ആ ഒരു സൂറത്തിനോട് ഭയങ്കര മഹബ്ബത്താണ്. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, നിന്റെ ഈ മഹബ്ബത്ത് ഇതിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ റജബ് മാസത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ദിക്ർ ഏതാണ്? നമ്മൾ പറഞ്ഞു ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്ർ ഈ റജബ് മാസത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചൊല്ലേണ്ട ദിക്റാണ്. ദിക്റുകളിൽ പെട്ട ദിക്റാണത് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. കാരണം റജബുൽ തത്ഹീരിൽ ബദൻ, ശരീരത്തെ ശുദ്ധീകരിക്കേണ്ട മാസമാണ്. ശരീരത്തെ എങ്ങനെ ശുദ്ധീകരിക്കണം? അത് നല്ല വ്യായാമം ചെയ്ത് ശരീരത്തെ ഉഷാറാക്കണം എന്നാണോ ഇതിന്റെ അർത്ഥം? അല്ല, മറിച്ച് തെറ്റുകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മുക്തമാവുക. അതെങ്ങനെയാ? ഹറാമുകളിൽ നിന്നും മാറി നിൽക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ ദിക്റുകൾ, സ്വലാത്തുകൾ, തസ്ബീഹുകളൊക്കെ പറഞ്ഞ് പ്രത്യേകിച്ച് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. മാത്രമല്ല ഈ ഇസ്തിഗ്ഫാറിൽ പെട്ടതാണ് നബിതങ്ങൾ പറയുന്നു, വക്സിറു മിനൽ ഇസ്തിഗ്ഫാർ ഫീ ശഹ്ർ റജബ്. റജബ് മാസത്തിൽ നിങ്ങൾ ഇസ്തിഗ്ഫാർ ധാരാളമായിട്ട് പറയുക. അത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഉണ്ടല്ലോ, അത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ പറയുക. ഒരു മനുഷ്യൻ രാവിലെയും വൈകിട്ടും സയ്യിദുൽ ഇസ്തിഗ്ഫാർ അത് പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന നേട്ടം എന്താണ്? അവനിക്ക് കിട്ടുന്ന നേട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം. ഒരു മനുഷ്യൻ രാവിലെയും വൈകിട്ടും സയ്യിദുൽ ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ അതിന്റെ ഇടയിലെങ്ങാനും മരണപ്പെട്ടു പോയാൽ അവനിക്ക് അല്ലാഹു തആല സ്വർഗ്ഗം കൊടുക്കുമെന്നാണ്. കേട്ടോ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ രാവിലെയും വൈകിട്ടും ഒരു മനുഷ്യൻ ചൊല്ലി അതിന്റെ ഇടയിൽ, അതായത് ആ ദിവസം അവൻ മരണപ്പെട്ടാൽ അവനിക്ക് സ്വർഗ്ഗം കിട്ടുന്നതാണ്. ഏതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഒന്ന് ഓടിച്ചു പറയാം.
اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. ഇതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അപ്പോൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എൻ്റെ ഉമ്മച്ചിമാരെ അധികരിപ്പിക്കണേ. രാവിലെ ഒരു വട്ടം പറഞ്ഞാൽ മതി, വൈകിട്ട് ഒരു വട്ടം പറയുക. ഇതിന്റെ ഇടയിലെങ്ങാനും നമ്മൾ മരണപ്പെട്ടു പോയാൽ അള്ളാന്റെ സ്വർഗത്തിൽ കടക്കാൻ പറ്റുമെന്നാണ്. അപ്പൊ സയ്യിദുൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കേണ്ട മാസമാണ് റജബ്. അതല്ലാതെ സാധാരണ അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് അധികരിപ്പിക്കേണ്ട, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കേണ്ട മാസം കൂടിയാണ് റജബ്. കൂടാതെ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്റും അധികരിപ്പിക്കേണ്ട ഒരു മാസം കൂടിയാണ് റജബ്. അപ്പൊ ദിക്റുകൾ നമ്മൾ പറഞ്ഞു, ഇസ്തിഗ്ഫാറുകൾ പറഞ്ഞു, സൂറത്തുൽ ഇഖ്ലാസ് അധികരിപ്പിക്കുക. അതോടൊപ്പം തന്നെ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തു ആലി ഇമ്രാനിന്റെ 26, 27 ആയത്തുകൾ എൻ്റെ ഉമ്മമാരെ വാപ്പമാരെ നമ്മൾ ഓതിക്കഴിഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഒരുപാട് ആളുകൾ വീഡിയോകൾക്ക് താഴെ ഉസ്താദേ കടങ്ങളാണ്, ജീവിതത്തിൽ സന്തോഷമില്ല, എപ്പോഴും ദുഃഖമാണ്, അതുപോലെ തന്നെ ടെൻഷനാണ്, ഡിപ്രഷനാണ്, സന്തോഷം കിട്ടുന്നില്ല, ഭയങ്കര ജീവിതത്തിൽ ഭയങ്കരമായ എന്താ പറയാ അസ്വസ്ഥതകളും വിഷമങ്ങളും രോഗങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഒന്ന് മാറാൻ എന്താണ് വഴി എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ മുന്നിലേക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. ഇന്നത്തെ ഈ ക്ലാസ്സിൽ പരിശുദ്ധമായ റജബ് മാസം തീരുന്നതിന് മുമ്പേ നമ്മുടെ കടങ്ങൾ മാറ്റാം, നമ്മുടെ സന്തോഷം നമുക്ക് തിരിച്ചു കൊണ്ടുവരാം, നമുക്ക് സമാധാനം ഉണ്ടാവാം. എന്ത് ചെയ്യണം? വിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് ആലി ഇമ്രാനിന്റെ 26, 27 ആയത്തുകൾ മുറുകെ പിടിച്ചോ. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു വന്നു. വലിയ സ്വഹാബിയാൻ. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, നബിയെ എനിക്ക് ഭയങ്കര കടമാണ്, ഞാൻ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ കടക്കാരെ കൊണ്ട് ഞാൻ പ്രയാസപ്പെടുകയാണ്. കടന്നു പറഞ്ഞാൽ പല ആവശ്യങ്ങൾക്കായി പൈസ വാങ്ങിച്ചു തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ വലിയ പ്രയാസത്തിലാണ്, ഞാൻ എന്ത് ചെയ്യും നബിയെ? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഈ രണ്ടായത്ത്, സൂറത്ത് ആലി ഇമ്രാനിന്റെ 26, 27 ആയത്തുകൾ. ഒന്ന് ഓടിച്ചു ഓതാം. ആ ആയത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അറിയാമായിരിക്കാം, ഒന്ന് ഓടിച്ചു ഓതാം. എല്ലാവരും പഠിച്ചു വെച്ചോ. ഈ ആയത്ത് രാവിലെയും വൈകിട്ടും ഓരോ തവണയെങ്കിലും ഓതിയാൽ ഇൻഷാ അല്ലാഹ് അതിനുശേഷം നല്ലവണ്ണം ദുആ ചെയ്താൽ, പ്രത്യേകിച്ച് റജബ് മാസമാണ്, ദുആ സ്വീകരിക്കുന്ന മാസമാണ്, സമയങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇൻഷാ അല്ലാഹ് വലിയ പ്രതിഫലമാണ്. എന്ത് കിട്ടും? നമ്മുടെ കടങ്ങൾ മാറും, സന്തോഷം തിരിച്ചു വരും. ഏതാണത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇല്ലാഹുമ്മ മാലികൽ മുൽകി തുഅ്തിൽ മുൽക മൻ തശാ وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. ഈ രണ്ടായത്ത് കാണാതെ ഒന്നും ഓതണ്ട, കണ്ടു തന്നെ ഓതിയാൽ മതി. കണ്ടോതാനേ അറിയൂ മതി, കണ്ടോതിയാൽ മതി. ഇൻഷാ അല്ലാഹ് പ്രതിഫലം കിട്ടും. അപ്പൊ അതുകൊണ്ട് ഈ റജബ് മാസം തീരുന്നതിന് മുമ്പേ നമ്മുടെ കടങ്ങൾ മാറ്റിയെടുക്കാം, നമുക്ക് സന്തോഷം തിരിച്ചു കൊണ്ടുവരാം. ഒരുപാട് ടെൻഷനും ഡിപ്രഷനും ഒക്കെ ആയിട്ട് വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. എല്ലാത്തിനും പരിഹാരമാണ് ഈ രണ്ടായത്തുകൾ, സൂറത്തു ആലി ഇമ്രാനിന്റെ 26, 27 ആയത്തുകൾ. മഹാനായ മുആദ് ബിൻ ജബൽ എന്ന സ്വഹാബിക്ക് നബി തങ്ങൾ കൊടുത്ത സമ്മാനമാണ്. അതുകൊണ്ട് ആ സമ്മാനം ഈ റജബ് മാസത്തിൽ നമ്മൾ നേടിയെടുത്ത് പറയുക കേട്ടോ. അപ്പൊ റജബ് മാസമാണ്. അൽഹംദുലില്ലാ, റജബ് മാസത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് 10 ലക്ഷം കൂലി കിട്ടുന്ന ഒരു ദിക്ർ കൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. 10 ലക്ഷം കൂലി കിട്ടുന്ന ദിക്ർ. 10 ലക്ഷം. ഒരു മനുഷ്യൻ ഈ ഒരു ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ അവനിക്ക് 10 ലക്ഷം കൂലിയാണ്. ഏതാണ് ആ ദിക്ർ? കേട്ടോ, നമ്മൾക്ക് സ്ഥിരമായി ഓതാറുള്ള ഒരു ദിക്റുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്റുണ്ടല്ലോ. ഈ ദിക്ർ സുബ്ഹി നമസ്കാരത്തിന് ശേഷം മഗ്രിബ് നമസ്കാരത്തിന് ശേഷം 10 പ്രാവശ്യം വീതം പറയുകയും അതുപോലെ തന്നെ അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ എന്നുള്ള ദിക്ർ 7 വട്ടം പറയണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? മുമ്പത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ കടലിന്റെ നുരയോളം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹു തആല പുറത്തു തരുമെന്നാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതല്ല, മറ്റൊരു ദിക്റാണ്. ഇതിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ
10 ലക്ഷം കൂലിയ. ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ 10 ലക്ഷം കൂലി. ഞാൻ പറയട്ടെ, ഈ അള്ളാഹു ആദരിച്ച മാസമാണല്ലോ റജബ്, അള്ളാഹു താല ബഹുമാനിച്ച മാസമാണ്. അപ്പൊ ഈ അള്ളാഹു ബഹുമാനിച്ച ആദരിച്ച ഖുർആനിൽ അള്ളാഹു താല വളരെ മഹത്വത്തോടു കൂടി പറഞ്ഞ ഈ റജബ് മാസത്തിലെങ്ങാനും ഒരു മനുഷ്യൻ ഇത് ഓതി കഴിഞ്ഞാൽ അവനിക്ക് 10 ലക്ഷമല്ല 20, 30, 40, 50, 60, 100 ഒക്കെ ലക്ഷം ഇരട്ടി പ്രതിഫലം അള്ളാഹു തരുമെന്നാണ്. കാരണം അള്ളാഹു ആണ് പ്രതിഫലം തരുക. പടച്ചോ നമ്മളെപ്പോലെ പിശുക്കനൊന്നുമല്ല, അള്ളാഹു വാരിക്കോരി തരും. അതുകൊണ്ട് വാരിക്കോരി കിട്ടുന്ന ഒരു സന്ദർഭത്തിൽ ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ പറയുക. പറ്റുന്ന ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതാണ് ആ ദിക്ർ കേട്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒന്നുകൂടി പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതാണ് ആ ദിക്ർ. കുറച്ച് വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസമുണ്ട്. ഒന്ന് അർത്ഥം പറഞ്ഞാലോ? ലാ ഇലാഹ ഇല്ലല്ലാഹു, ആരാധനക്കർഹൻ അല്ലാഹുവേ, നീയല്ലാതെ മറ്റാരുമില്ല. വഹ്ദഹു, നീ ഏകനാണ്. ലാ ശരീക ലഹു, നിനക്കൊരു പങ്കുകാരുമില്ല. ലഹുൽ മുൽക്കു വലഹുൽ ഹംദു, ലഹുൽ മുൽക്കു, നിനക്കാകുന്നു എല്ലാ അധികാരവും. വലഹുൽ ഹംദു, നിനക്കാകുന്നു എല്ലാ സ്തുതികളും. യുഹ്യി വയുമീതു, നീ ജീവിച്ചിരിക്കുന്നവനാണ്. അല്ലാഹുവേ, നീ ജീവിച്ചിരിക്കുന്നവനാണ്, നിനക്ക് മരണമില്ല. നീയാണ് ജീവിപ്പിക്കുന്നവൻ, നീയാണ് മരിപ്പിക്കുന്നവൻ. വഹുവ ഹയ്യുൻ, നീ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ലാ യമൂതു, നിനക്ക് മരണമില്ല. ബിയദിഹിൽ ഖൈർ, എല്ലാ ഖൈറുകളും അല്ലാഹുവേ നിന്റെ കയ്യിലാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവുള്ളവനാണ് റബ്ബേ പടച്ചവനെ നീ. അതുകൊണ്ട് ഈ ദിക്ർ 10 ലക്ഷം കൂലിയാണ് എന്റെ ഉമ്മമാരെ. ഒരു പ്രാവശ്യം ഒരു മനുഷ്യൻ ഇത് പറഞ്ഞാൽ, പ്രത്യേകിച്ച് റജബ് മാസത്തിൽ എങ്ങാനും ഇത് പറഞ്ഞാൽ 10 ലക്ഷമല്ല, അത് 100 ലക്ഷമാവാനും സാധ്യതയുണ്ട്. കാരണം അല്ലാഹു തആല റജബ് മാസത്തിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഒരു ചെറിയ ഇബാദത്തിന് ഇരട്ടി പ്രതിഫലമാണ് കൊടുക്കുക. ഒന്ന് പറഞ്ഞേ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലേ? ഒരുപാട് കാര്യങ്ങൾ പഠിച്ചല്ലേ? അൽഹംദുലില്ലാഹ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ, പടച്ചവനെ കബൂലാക്കട്ടെ. അതായത് സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ള ആവേശമാണ്, അതോടൊപ്പം തന്നെ അത് ചെയ്യാനുള്ള ഒരു ആവേശവും ഈ പറയുന്ന എനിക്കുണ്ടാവണം, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. കാരണം റജബാൻ, പരമാവധി നന്മകൾ, തിന്മകളിൽ നിന്നൊക്കെ മാറി നിന്ന് പറ്റുന്ന രൂപത്തിലൊക്കെ നന്മകൾ, അറിയാവുന്ന സ്വലാത്തും ദിക്റും തസ്ബീഹും അദ്കാറും സൂറത്തുകളൊക്കെ ഓതി എങ്ങനെയെങ്കിലും, കാരണം നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ചെറിയ ദിക്റ് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ പടച്ചോൻ നമ്മളെ സ്വർഗത്തിൽ കടത്തുക. എങ്ങനെയെങ്കിലും ഒന്ന് സ്വർഗത്തിൽ കടക്കണം അല്ലെ? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നല്ലവണ്ണം ദുആ ചെയ്യുക. ഇപ്പൊ പറഞ്ഞ ദിക്ർ, ഔറാദ്, അതുപോലെ തന്നെ തസ്ബീഹുകൾ, ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, അതും ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ഒരു പുണ്യമായ വാചകമാണ്. അത് ഇൻഷാ അല്ലാഹ് മറന്നു പോകണ്ട. പിന്നെ നല്ലവണ്ണം ദുആ, എല്ലാ കാര്യത്തിനും വേണ്ടി ദുആ ചെയ്യാം. അല്ലാഹുവേ, നമുക്ക് കടങ്ങളുണ്ട്, കടങ്ങൾ മാറിക്കിട്ടണം. രോഗങ്ങളുണ്ട്, രോഗങ്ങൾക്ക് ശിഫാ കിട്ടണം. അതുപോലെ തന്നെ വീടില്ലാതെ വിഷമിക്കുന്നവർ, ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ സങ്കടപ്പെടുന്നവർ, അപ്പൊ എല്ലാവർക്കും സമാധാനം ഉണ്ടാവണം, എല്ലാവർക്കും ശാന്തി ഉണ്ടാവണം. പിന്നെ റജബ് മാസമാണ്, സുന്ദരമായ മാസമാണ്, ഒരുപാട് പവിത്രതയുള്ള മാസമാണ്. നിസ്കാരാദി കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ ഉമ്മച്ചിമാരെ, നിങ്ങൾ നിസ്കരിക്കുന്നതോടൊപ്പം നിങ്ങളുടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന, +2 പഠിക്കുന്ന, +1 പഠിക്കുന്ന, ഡിഗ്രിക്ക് പഠിക്കുന്ന നിങ്ങളുടെ മക്കൾ, പെൺമക്കളെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ആ സമയത്തൊക്കെ പല സഹോദരിമാരെ നിസ്കാരമൊന്നും വേണ്ട, എന്തുട്ട് നിസ്കാരം എന്നൊക്കെ പറഞ്ഞ് പെരുന്നാൾ നിസ്കാരത്തിന് മാത്രം കൂടും, ബാക്കി നിസ്കാരമൊന്നുമില്ല. അങ്ങനെയല്ല, ഈ നിസ്കാരം, കൃത്യമായ നിസ്കാരം. ഇനിയോ അവരൊക്കെ ഇപ്പോഴേ നിസ്കരിക്കൂല. ചിലക്കാർ അങ്ങനെയാണല്ലോ, 10ാം ക്ലാസ് അല്ലെങ്കിൽ എന്താണ് ചെറുപ്പത്തിൽ നിസ്കാരം എന്ന് പറയുന്ന സാധനമേ ഇല്ല. എന്നിട്ടോ കുറെ കഴിഞ്ഞ് കുറച്ചൊരു 10-40 വയസ്സൊക്കെ ആകുമ്പോൾ മക്കളൊക്കെ കെട്ടിച്ചു വിട്ട് പിന്നെ അങ്ങോട്ട് ഇരുന്ന് ആ യൂട്യൂബൊക്കെ എടുത്ത് അല്ലോ കുറെ നിസ്കാരം കഥ ഉണ്ടല്ലോ, എങ്ങനെ നിസ്കരിക്കും, ആരെയും പരിഹസിക്കില്ല കേട്ടോ. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവും. എത്രയോ സഹോദരിമാരാണെന്ന് അറിയും ഉസ്താദെ, ഇന്നിപ്പോ പഠിക്കാൻ ഒരുപാട് അവസരമുണ്ട്,
അതുകൊണ്ട് ആ അവസരം മുതലെടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ എത്രയോ സഹോദരിമാർ അവരൊക്കെ വിഷമത്തിലാണ്. കാരണം അവരുടെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 19 വയസ്സുള്ള സഹോദരിമാർ, അവരൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ യൂട്യൂബ് സംവിധാനമില്ല, ഈ മൊബൈൽ സംവിധാനമില്ല, ഇങ്ങനെ ഒരു ഉസ്താദിന്റെ അടുത്ത് പോയി ഇങ്ങനെ ഇൽമുകൾ പഠിക്കാനുള്ള അവസരമില്ല. അവർ മദ്രസയിൽ പഠിച്ച ചില കാര്യങ്ങൾ മാത്രം. അന്നൊക്കെ ഈ നിസ്കാരം ഖളാ ആക്കുന്നതിന്റെയൊക്കെ എന്താ ശിക്ഷയോ അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് ഖളാ വീട്ടേണ്ടത് ഇതൊന്നും അറിയില്ല. ഇന്നിപ്പോ അതൊക്കെ പഠിക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ പലരും ഇതുപോലുള്ള ക്ലാസ് ഒന്നും കേൾക്കൂല. അല്ലാതെ ഇപ്പൊ എന്താണ് ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടും കൂത്തും ഡാൻസും ഒക്കെയാണ് പഠിക്കാൻ പോകുന്നത്. അത് ഞാൻ എന്തുമാവട്ടെ, ആരും കുറ്റപ്പെടുത്തുന്നതല്ല. അതുകൊണ്ട് നമ്മൾ കുറെ നാൾ കഴിഞ്ഞിട്ട് ദുഃഖിക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പോഴേ നമ്മൾ നിസ്കാരമൊക്കെ ഒന്ന് കൃത്യമാക്കുക, സുന്നത്തായ നോമ്പുകൾ പിടിക്കുക, ദിക്ർ ഔറാദുകൾ ചൊല്ലുക, വിശുദ്ധമായ ഖുർആൻ പാരായണം നടത്തുക. അപ്പോൾ മാത്രമല്ല അയൽവാക്ക ബന്ധം, മറ്റുള്ളവരോട് പിണങ്ങാതിരിക്കുക, പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഇണങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അൽഹംദുലില്ലാ സന്തോഷത്തോടുകൂടി ഈ റജബ് മാസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക, പ്രയോജനപ്പെടുത്തുക. അല്ലാഹു തആല തൗഫീഖ് തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അനവധി ആളുകൾ ഉസ്താദേ പ്രത്യേകം ദുആരക്കണേ, ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ പടച്ചവനെ, ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറഞ്ഞു എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കി കൊടുക്ക റബ്ബേ. വിഷമ പ്രയാസങ്ങൾ മാറ്റി കൊടുക്ക അല്ലാഹു. ഞങ്ങൾക്ക് റജബ് മാസത്തിൽ നീ ഖൈറും ബറക്കത്തും സലാമത്തും റാഹത്തും നൽകണേ അല്ലാഹ്. റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ്. റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.